അതിപരിചയം എപ്പോഴും അനുഗ്രഹം ആകണമെന്നില്ല. സങ്കീർത്തനങ്ങൾ നമുക്കൊക്കെ വളരെയേറെ പരിചയമുള്ളതാണ്. നാം എല്ലാം പാടി പഴകിയ സങ്കീർത്തനങ്ങളിലെ അനുഗ്രഹങ്ങൾ നമുക്കൊരുമിച്ച് ഒന്ന് പഠിക്കാം. പ്രായഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാകുന്നു സങ്കീർത്തന പുസ്തകം. എല്ലാ ഭാഷകളിലും സംസ്കാരങ്ങളിലുമുള്ള ക്രിസ്തീയ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ നിന്നുമാകുന്നു. ഇന്നു മുതൽ നാമും പഠിക്കുവാൻ പോകുന്നത് സങ്കീർത്തന പുസ്തകമാകുന്നു. ദൈവ സാന്നിധ്യത്തിലേക്ക് മനുഷ്യനെ എന്നും അടുപ്പിക്കുന്ന ഒന്നാം തരം പാട്ടുകളാണ് സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങളിൽ പ്രധാനമായും 4 വിഷയങ്ങൾക്ക് ഊന്നൽ കൊടുത്തിട്ടുള്ളതായി കാണാവുന്നതാണ്. ഒന്നാമതായി ഭാഗ്യവാനായ മനുഷ്യൻ്റെ വിഷയമാണ് വിവരിക്കുന്നത്. ഭാഗ്യവാനായ ഒരു വ്യക്തിയുടെ അനുഗ്രഹങ്ങൾ യാദൃച്ഛികമായി ഉണ്ടാകുന്നതല്ല, പിന്നെയോ ആ വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെയും ആത്മീയ മുൻഗണനകളുടെയും അനന്തര ഫലമാകുന്നു എന്ന് സങ്കീർത്തനങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമതായി ഏറെ വൈകാരികങ്ങളായ വിഷയങ്ങളും സങ്കീർത്തനങ്ങളിൽ വിവരിക്കുന്നുണ്ട്. പ്രത്യേക വികാരങ്ങളെക്കുറിച്ചും അവയോടുള്ള പ്രതികരണങ്ങളും സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. മനുഷ്യർ അഭിമുഖീകരിക്കുന്ന വൈകാരികമായ സാഹചര്യങ്ങൾ എന്തായിരുന്നാൽ തന്നെയും സങ്കീർത്തനങ്ങളിൽ അതിന് യോജിക്കുന്ന സാഹചര്യം പ്രതിഫലിക്കുന്നത് കാണാം. ആകുല ചിന്തയിൽ, നിരാശയിൽ, കുറ്റബോധത്തിൽ, ഹൃദയം തകർന്ന അവസ്ഥയിൽ, ഹൃദയം നന്ദി നിറഞ്ഞ അവസ്ഥയിൽ, ആരാധനയിലെങ്കിൽ അതിനെല്ലാം ഉതകുന്ന സങ്കീർത്തനങ്ങളുണ്ട്. ഈ പറഞ്ഞ സാഹചര്യത്തിൽ സങ്കീർത്തനക്കാരൻ എങ്ങനെ പ്രതികരിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ സാഹചര്യങ്ങളെ നേരിടുവാനും നമ്മെ സഹായിക്കുന്ന സങ്കീർത്തനങ്ങൾ. മൂന്നാമതായി ആരാധനയ്ക്കായി നമ്മെ സഹായിക്കുന്നതാണ് സങ്കീർത്തനങ്ങൾ. അപ്രകാരമുള്ള ഗാനങ്ങളിൽ പാട്ടുകാരൻ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുക മാത്രമല്ല, ആരാധിക്കുവാൻ മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കുകയും ആരാധിക്കേണ്ടത് എപ്രകാരമെന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. നാലാമതായി പ്രവചന സങ്കീർത്തനങ്ങളാകുന്നു. വളരെയേറെ സങ്കീർത്തനങ്ങൾ മശിഹായുടെ വരവിനെക്കുറിച്ച് പ്രവചനാത്മകമായി പാടിയിരിക്കുന്നതാണ്. 16-ാം സങ്കീർത്തനം തന്നെ ഒരു നല്ല ഉദാഹരണമാകുന്നു. അതിൽ ദാവീദ് മശിഹായുടെ ആദ്യത്തെ വരവിനെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും സംസാരിച്ചിരിക്കുന്നു. ഓരോ സങ്കീർത്തനത്തിൻ്റെയും പശ്ചാത്തലം മനസ്സിലാക്കി വായിച്ചില്ലെങ്കിൽ തെറ്റായ ഉപസംഹാരത്തിലെത്താവുന്നതാണ്. ചിലപ്പോൾ ഭക്തിരസം നിറഞ്ഞു നിൽക്കുന്ന മനോഹരങ്ങളായ സങ്കീർത്തനത്തിൻ്റെ നടുവിൽ സങ്കീർത്തനക്കാരൻ തൻ്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നത് കാണാവുന്നതാണ്. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പീരുകളോട് ഒരിക്കലും ചേരുന്നതല്ല ആണോ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഓർക്കണം, ഈ പുരാതന കീർത്തനങ്ങൾ ന്യായപ്രമാണ യുഗത്തിൽ എഴുതപ്പെട്ടതാകുന്നു. ശത്രുക്കൾ പ്രത്യേകിച്ചും ദൈവത്തോട് അപരാധം ചെയ്യുന്നവരെ വെറുക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് തെറ്റല്ല എന്ന് പഠിപ്പിച്ചിരുന്ന ഒരു കാലം. അങ്ങനെ വരുമ്പോൾ തൻ്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാൻ സങ്കീർത്തനക്കാർ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നും കണ്ടിരുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ചിന്തകൾ സങ്കീർത്തനങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാവുന്നതാണ്. ഇന്ന് മുഖവുരയായി ഏതാനും കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും നാം പഠിക്കുവാൻ പോകുകയാണ്. എബ്രായ ഭാഷയിൽ സങ്കീർത്തന പുസ്തകത്തിന് ടെഹില്ലീം എന്നാണ് പേർ. അതിന് സ്തുതികൾ അഥവാ സ്തുതിയുടെ പുസ്തകം എന്നാണ് അർത്ഥം. എല്ലാ വിഭാഗത്തിൽപ്പെട്ട സങ്കീർത്തനങ്ങളും ദൈവസ്തുതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നുവെന്ന് സാരം. ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന് താളമേളങ്ങളോട് കൂടിയ കീർത്തനം എന്ന അർത്ഥമാണുള്ളത്. സങ്കീർത്തനങ്ങൾ സംഗീതോപകരണങ്ങളോടുകൂടെ പാടുവാനുള്ള സ്തുതിഗീതങ്ങളായിരുന്നു. ഇത് ആരാധനയുടെ പുസ്തകമാണ്. ദേവാലയത്തിലെ പാട്ടുപുസ്തകമാണിത് എന്ന് പറയാം.
വിമർശനമില്ലാതിരുന്ന കാലത്ത് സങ്കീർത്തനങ്ങൾ മുഴുവനും ദാവീദിൻ്റെതായി ഗണിച്ചു വന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഒന്നോ അതിലധികമോ സങ്കീർത്തനങ്ങൾ വീതം അനേകം എഴുത്തുകാരാലാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടിട്ടുള്ളത്. 150 സങ്കീർത്തനങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അവയിൽ 73 ഇസ്രായേലിൻ്റെ മധുര ഗായകനായി അറിയപ്പെടുന്ന ദാവീദ് രചിച്ചതായി നമുക്ക് വ്യക്തമായി അറിയുവാൻ കഴിയുന്നു. 2-ാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാകുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു. അതുപോലെ തന്നെ 95-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയതാകുന്നുവെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. രചയിതാവിനെക്കുറിച്ച് പ്രത്യേകമായി പറഞ്ഞിട്ടില്ലാത്ത 50 സങ്കീർത്തനങ്ങളാണുള്ളത്. അവ ആരാണ് എഴുതിയത് എന്ന് ബൈബിളിൽ പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ അവയിൽ ചിലവയും കൂടി ദാവീദും ശലോമോനും എഴുതിയവയായിരിക്കുവാനിടയുണ്ട്. അനുഭവത്തിൽ നിന്നും പ്രത്യേകമായ കഴിവിലും ഈ സങ്കീർത്തനങ്ങൾ രചിക്കുന്നതിന് ദൈവം ദാവീദിന് പ്രത്യേക കഴിവ് കൊടുത്തിരുന്നു എന്നതാണ് വാസ്തവം. തൻ്റെ കാലത്ത് എഴുതപ്പെട്ടിരുന്ന സങ്കീർത്തനങ്ങൾ ദാവീദ് ദേവാലയത്തിലെ ഉപയോഗത്തിനായി ക്രമീകരിക്കുകയും ചെയ്തിരുന്നു. എഴുത്തുകാരും അവർ എഴുതിയ പുസ്തകങ്ങളും ഇനിയും പറയുന്ന പ്രകാരമാണ്. കുറിച്ചിടുവാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക. ഞാൻ വ്യക്തമായി പറയാം, നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ദാവീദ് എഴുതിയത് 73 സങ്കീർത്തനങ്ങൾ. മോശ ഒരു സങ്കീർത്തനം രചിച്ചിട്ടുണ്ട്, 90-ാം സങ്കീർത്തനം. ശലോമോൻ 2 സങ്കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. കോരഹുപുത്രന്മാർ 10 സങ്കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. ആസാഫ് 12 സങ്കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഹേമാൻ 1 സങ്കീർത്തനവും ഏഥാൻ 1 സങ്കീർത്തനവും എഴുത്തുകാരെക്കുറിച്ച് അറിവില്ലാത്തവ 50. അങ്ങനെ മൊത്തത്തിൽ 150. ഇവയിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ദാവീദോ ശലോമോനോ രചിച്ചവയാകാം ഈ 50-ൽ ചിലത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ക്രിസ്തു അഥവാ മശിഹായാണ് ഈ കീർത്തനങ്ങളിൽ മുഖ്യമായും നിറഞ്ഞു നിൽക്കുന്ന വിഷയം. രാജാവും രാജ്യവും എന്നുള്ളവയാണ് സങ്കീർത്തനങ്ങളുടെ അവതരണ ഗീതം. സങ്കീർത്തനങ്ങളിലെ താക്കോൽ വാക്ക് ഹല്ലേലൂയ, അതായത് യഹോവയെ നിങ്ങൾ സ്തുതിപ്പീൻ എന്നുള്ളതാണ്. ഹൃദയം നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നത് നമുക്ക് ഈ സങ്കീർത്തനങ്ങളിൽ കാണുവാൻ സാധിക്കും. താക്കോൽ സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നവ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നവ ചിലതുണ്ട്. 50-ാം സങ്കീർത്തനവും 150-ാം സങ്കീർത്തനവും ഈ കീർത്തന സമാഹാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവയാകുന്നു എന്ന് ഞാൻ കരുതുന്നു. 50-ാം സങ്കീർത്തനവും 150-ാം സങ്കീർത്തനവും. ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമായ 50-ാം സങ്കീർത്തനം മറ്റേത് സങ്കീർത്തനങ്ങളെക്കാളും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. 150-ാം സങ്കീർത്തനം ഒരു ഹല്ലേലൂയ ഗീതമാണ്. വെറും 6 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ എന്ന വാക്ക് 13 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് സങ്കീർത്തന പുസ്തകത്തിൻ്റെ അവസാനത്തെ പാട്ടാണ്. അതിനെ ഈ ഗാനസമാഹാരത്തിൻ്റെ എടുത്ത് പാടുന്ന കോറസായി അല്ലെങ്കിൽ പല്ലവിയായി ഗണിക്കാവുന്നതത്രേ. സങ്കീർത്തനങ്ങളിൽ ആഴമായ ഭക്തി, ഉന്നതമായ വികാരം, ശക്തമായ അനുഭവങ്ങൾ, ഇരുണ്ട ഖണ്ഡിതം മുതലായവ വെളിപ്പെടുന്നു. ഇത് വേദപുസ്തകത്തിൻ്റെ മധ്യത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നതിൽ അതിശയിപ്പാനില്ല. 119-ാം സങ്കീർത്തനം ദൈവവചനത്തിൻ്റെ കേന്ദ്രം തന്നെയാണ്. അത് അവൻ്റെ വചനത്തെ ഉയർത്തുന്ന സങ്കീർത്തനവുമാണ്. നൂറ്റാണ്ടുകളായി അനേകരുടെ ഹൃദയത്തിൽ അനുഗ്രഹം ഉളവാക്കുവാൻ സങ്കീർത്തനങ്ങൾ കാരണമായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് അസുഖം പിടിപെടുകയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നെ അലട്ടുകയോ ചെയ്യുമ്പോൾ ഞാൻ സങ്കീർത്തനങ്ങളിലേക്ക് തിരിഞ്ഞ് ആശ്വാസം കണ്ടെത്തുവാൻ ശ്രമിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളും ഒരുപക്ഷെ അങ്ങനെ ചെയ്യുമായിരിക്കുമല്ലോ. അവ എല്ലായ്പ്പോഴും എൻ്റെ ഹൃദയത്തിനും എൻ്റെ ജീവിതത്തിനും അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. താങ്കളുടെയും അനുഭവം ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നെനിക്കറിയാം. വിശുദ്ധനായ അംബ്രോസ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: സഭയുടെ ശബ്ദമാണ് സങ്കീർത്തനങ്ങൾ. തിരുവചനത്തിൻ്റെ മുഴുവൻ മേലെഴുത്താണ് സങ്കീർത്തനങ്ങൾ എന്നാണ് വിശുദ്ധ അഗസ്തിനോസ് പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യൻ്റെ എല്ലാവിധമായ അനുഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ഏക പുസ്തകം സങ്കീർത്തനങ്ങൾ മാത്രമാണ്. ഒരു വ്യക്തിയിൽ കൂടി കടന്നു പോകുന്ന എല്ലാ ചിന്തകളും എല്ലാ വികാരങ്ങളും ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും.
അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും അത് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്, ഇല്ലേ? ദൈവജനത്തിൻ്റെ ജീവിതങ്ങളിൽ സങ്കീർത്തനങ്ങൾക്കുള്ള സ്ഥാനം അതിൻ്റെ സാർവജനിക സ്വഭാവത്തിന് സാക്ഷ്യം വഹിക്കുന്നു. എല്ലാ കാലത്തുമുള്ള എല്ലാ വിശ്വാസികളുടെയും ആഴമായ ചിന്തയാണ് ഇവിടെ പ്രകടമാകുന്നത്. സങ്കീർത്തനങ്ങളിൽ നിറയെ യേശുക്രിസ്തുവാകുന്നു. സുവിശേഷങ്ങളിലേതിനേക്കാൾ സങ്കീർത്തനങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണമായ ചിത്രം നമുക്ക് ലഭിക്കുന്നു. യേശുക്രിസ്തു പ്രാർത്ഥിപ്പാനായി മലയിൽ പോയി എന്ന് സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ സങ്കീർത്തനങ്ങളിൽ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നു. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു. എന്നാൽ ക്രൂശീകരണ സമയത്ത് അവൻ്റെ ഹൃദയത്തിൽ കൂടി കടന്നുപോയത് എന്തായിരുന്നു എന്ന് സങ്കീർത്തനങ്ങൾ പറയുന്നു. അവൻ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി എന്ന് സുവിശേഷങ്ങൾ പറയുന്നു. സങ്കീർത്തനങ്ങളിൽ ക്രിസ്തു സ്വർഗത്തിൽ ഇരിക്കുന്നതായി ചൂണ്ടിക്കാണിക്കുന്നു. മശിഹായ ക്രിസ്തു സങ്കീർത്തന പുസ്തകത്തിലെ പ്രധാന വിഷയമാണ്, അതിപ്രധാന വിഷയം. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ അവരോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. ലൂക്കോസിന് സുവിശേഷം 24 അധ്യായത്തിൻ്റെ 44 വാക്യമാണ് ഞാൻ വായിച്ചത്. സങ്കീർത്തനങ്ങളിലെ വിഷയം ക്രിസ്തുവാണ്. ഓരോ സങ്കീർത്തനവും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നവയാണെങ്കിലും മശിഹായെക്കുറിച്ചുള്ള പ്രത്യേക സങ്കീർത്തനങ്ങളുമുണ്ട്. അവയിൽ ക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, മഹുദ്ധീകരണം, പൗരോഹിത്യം, രാജ്യത്വം, അവൻ്റെ മടങ്ങിവരവ് എന്നിവ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് പ്രത്യേകമായി പറയുന്ന 16 സങ്കീർത്തനങ്ങളുണ്ട്. എന്നിരുന്നാൽ തന്നെയും 150 സങ്കീർത്തനങ്ങളും ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളവയാണ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. നാം ഇത് പഠിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകും. കുറെ കൂടി ക്ലിപ്തമായി പറഞ്ഞാൽ സങ്കീർത്തനങ്ങൾ ഇസ്രായേലിൻ്റേതായ ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിനുള്ള ഇസ്രായേലിനെക്കുറിച്ചുമാകുന്നു സംസാരിക്കുന്നത്. വീണ്ടും പറയട്ടെ, സങ്കീർത്തനങ്ങൾ ഇസ്രായേലിൻ്റേതായ ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിനുള്ള ഇസ്രായേലിനെക്കുറിച്ചുമാകുന്നു സംസാരിക്കുന്നത്. രണ്ടു വിഷയങ്ങളും മനുഷ്യൻ്റെ മറുതലിപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇസ്രായേലും ക്രിസ്തുവും ഒരുമിച്ച് വരാത്തിടത്തോളം ഈ ഭൂമിയിൽ യാതൊരു അനുഗ്രഹവും ഉണ്ടാകുകയില്ല എന്നത് സങ്കീർത്തനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. പ്രതീക്ഷയിലും പ്രത്യാശയിലും സങ്കീർത്തനങ്ങൾ യഹൂദമാകുന്നു. ദേവാലയത്തിലെ ആരാധനയ്ക്കായി സ്വീകരിച്ചിരുന്ന ഗാനങ്ങളാണവ എന്ന് കണ്ട് അവയ്ക്ക് ഇന്ന് ജീവിക്കുന്ന നമുക്കാവശ്യമായ ആത്മീയ അർത്ഥവും വ്യാഖ്യാനവും ഇല്ല എന്നല്ല അർത്ഥം. തീർച്ചയായും അവയ്ക്ക് അങ്ങനെ അർത്ഥമുണ്ട്. അതെ, ദൈവജനത്തിലെ മറ്റേതൊരു ഭാഗത്തേക്കും തിരിയുന്നതിലും അധികം ഞാൻ പലപ്പോഴും സങ്കീർത്തനങ്ങളിലേക്ക് തിരിയാറുണ്ട്. താങ്കളും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. എന്നാൽ നാം സങ്കീർത്തനങ്ങളുടെ വ്യാഖ്യാനത്തിൽ അല്പം കൂടി കൃത്യമായിരിക്കണം എന്നത്ര എൻ്റെ അഭിപ്രായം. ഉദാഹരണത്തിന്, ദൈവത്തെ പിതാവായിട്ട്, അതായത് വിശുദ്ധന്മാരുടെ പിതാവായിട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. വിശുദ്ധന്മാരെ അവൻ്റെ പുത്രന്മാരായിട്ടും പറഞ്ഞിട്ടില്ല. സങ്കീർത്തനങ്ങളിൽ അവനെ പിതാവാം ദൈവമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ആരുടെയെങ്കിലും പിതാവായിട്ടല്ല. പരിശുദ്ധാത്മാവിൻ്റെ അധിവസിക്കുന്ന സാന്നിധ്യവും പുതിയ നിയമത്തിലെ അനുഗ്രഹീത പ്രത്യാശയും ഈ പുസ്തകത്തിലില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടത് കാരണം അനേക വ്യാഖ്യാതാക്കൾ 2-ാം സങ്കീർത്തനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വഴിതെറ്റിയിട്ടുണ്ട്. പ്രസ്തുത സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം സഭയുടെ ഉൾപ്രാപണമല്ല, പിന്നെയോ തൻ്റെ രാജ്യം സ്ഥാപിച്ച് യെരുശലേമിൽ വാഴുവാനുള്ള ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള മടങ്ങിവരവിനെയാണ് നാം കാണുന്നത്. സങ്കീർത്തനങ്ങളിലെ സാഹിത്യ രൂപങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഒന്നാമതായി ഗീതങ്ങൾ. യഹോവയുടെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന ഗീതങ്ങളാണിവ. ഉദാഹരണത്തിന്
8-ാം സങ്കീർത്തനം, 18-ാം സങ്കീർത്തനം, 19-ാം സങ്കീർത്തനം, 29-ാം സങ്കീർത്തനം, 33, 100, 113 ഇതെല്ലാം ഗീതങ്ങളാണ്. ഇവയുടെ പൊതു സ്വഭാവം ഇനിയും പറയുന്നത് പോലെ ആകുന്നു. യഹോവയെ പ്രകീർത്തിക്കുന്നതിനുള്ള ആഹ്വാനം അടങ്ങുന്ന ആമുഖം, സ്തുതിയുടെ കാരണം വിശദീകരിക്കുന്ന മധ്യഭാഗം, ഒരു അഭിലാഷമോ ഹല്ലേലൂയായോ ചേർത്തിരിക്കുന്ന ഉപസംഹാരം. ഇവയിൽ തന്നെ പല വിഭാഗങ്ങൾ കാണാവുന്നതാണ്. ദൈവനഗരമായ സിയോനെ പ്രകീർത്തിക്കുന്ന സിയോൻ ഗീതങ്ങൾ 46, 48, 76 സങ്കീർത്തനങ്ങളിൽ നാം കാണുന്നു. യഹോവയുടെ രാജ്യത്വത്തെ ആരാധനയോടുള്ള ബന്ധത്തിൽ ചേർത്ത് പ്രകീർത്തിക്കുന്ന സ്ഥാനാരോഹണ ഗീതങ്ങൾ 47, 93, 95, 99 എന്നീ സങ്കീർത്തനങ്ങളിൽ നാം കാണുന്നു. ഇനിയും രണ്ടാമതായി വിലാപങ്ങൾ. ഒന്നാമതായി ഗീതങ്ങൾ, രണ്ടാമതായി വിലാപങ്ങൾ. ഇവയിൽ തന്നെ വ്യക്തിഗതമായ വിലാപങ്ങളും സാമൂഹ്യ വിലാപങ്ങളുമുണ്ട്. ആവശ്യത്തിന് മുൻപിൽ സഹായത്തിനായി കേഴുന്ന വ്യക്തിവിലാപമാണ് ഒന്ന്. അത് സങ്കീർത്തനങ്ങൾ 3, 5, 6, 7 ഇതൊക്കെയാണ്. എൻ്റെ ദൈവം, എൻ്റെ പാറ, എൻ്റെ രക്ഷകൻ മുതലായ സംബോധനകളോട് ഇവ ആരംഭിക്കുന്നു. അതിൽ ആശ്രയമോ അപേക്ഷയോ നിറഞ്ഞിരിക്കും. സങ്കീർത്തനത്തിൻ്റെ മുഖ്യഭാഗത്ത് സ്വന്തം അവസ്ഥ വർണ്ണിച്ചിരിക്കും. രോഗമോ മരണമോ പാപമോ വിരഹമോ ഒക്കെ. യാഗം കഴിക്കുന്നതിനുള്ള നേർച്ചയും യഹോവയിൽ തുടർന്ന് ആശ്രയിക്കുമെന്നുള്ള ഉറപ്പും അവസാന വരികളിൽ ഉണ്ടായിരിക്കും. വ്യക്തിവിലാപത്തിൻ്റെ ലക്ഷണം ഉൾക്കൊള്ളുന്നതാണ് സാമൂഹ്യ വിലാപങ്ങൾ. എന്നാൽ സാഹചര്യമാകട്ടെ യുദ്ധം, ക്ഷാമം, ബാധ, ഇവ ദേവാലയത്തിൻ്റെ നാശം ഇതൊക്കെയാണ്. ഇതാണ് സാമൂഹ്യ വിപത്തുകളായി പറഞ്ഞിരിക്കുന്നത്. മൂന്നാമതായി സ്തോത്ര സങ്കീർത്തനങ്ങൾ. ദൈവകരുണയ്ക്ക് സ്തോത്രം പറയുന്ന സങ്കീർത്തനങ്ങളാണിവ. ഈ സങ്കീർത്തനങ്ങളോടുകൂടി സ്തോത്രയാഗമോ നേർച്ചയുടെ നിവൃത്തിയോ ഉണ്ടായിരിക്കും. സ്തുതിയോ സ്തോത്രമോ അർപ്പിക്കുന്നതിനുള്ള ആഹ്വാനത്തോടെ ഇവ ആരംഭിക്കുന്നു. തുടർന്ന് സമൂഹത്തിലും വ്യക്തിയിലും ദൈവത്തിൻ്റെ രക്ഷാപ്രക്രിയ വർണ്ണിച്ചിരിക്കും. വീണ്ടും സ്തുതിയോ സ്തോത്രമോ ആയിരിക്കും. നാലാമതായി രാജകീയ സങ്കീർത്തനങ്ങൾ. ഈ സങ്കീർത്തനങ്ങളിൽ രാജാവ് മധ്യസ്ഥാനം അലങ്കരിക്കുന്നു. രാജാവിന് യഹോവയോട് പ്രത്യേക ബന്ധവും ആരാധനയിൽ പ്രത്യേക സ്ഥാനവുമുണ്ട്. രാജാവിൻ്റെ വിവിധ അനുഭവങ്ങളായിരിക്കും പശ്ചാത്തലം. അഞ്ചാമതായി വിജ്ഞാന സങ്കീർത്തനങ്ങൾ. ദൈവഭക്തി, ദൈവശിക്ഷ, ജ്ഞാനവും ഭോഷത്വവും ഉത്തമമായ കാര്യങ്ങൾ ഇവയെല്ലാം ഇവയുടെ പ്രതിപാദ്യങ്ങളാണ്. ആറാമതായി മശിഹാ സങ്കീർത്തനങ്ങൾ. ഇവ മശിഹയുടെ കഷ്ടത, മരണം, പുനരുത്ഥാനം, ഭരണം ആദിയായവ കർത്താവായ യേശുക്രിസ്തുവിൽ പ്രാവചനികമായി നിറവേറിയിരിക്കുന്നു എന്ന് കാണിക്കുന്നവയാണ്. ഏഴാമതായി ശാപസങ്കീർത്തനങ്ങൾ. അങ്ങനെ പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലേ. എന്നാൽ ഒരു നല്ല പങ്ക് ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ശത്രുക്കളുടെ മേൽ ശാപമോ ന്യായവിധിയോ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയോ അപേക്ഷിക്കുകയോ ചെയ്യുന്ന സങ്കീർത്തനങ്ങൾ ആണിവ. ശാപവചനങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കീർത്തനങ്ങൾ വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയമാകുന്നു. കാരണം അവയിൽ ന്യായവിധിക്കും പ്രതികാരത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നാം കാണുന്നു. ന്യായപ്രമാണ വ്യവസ്ഥിതിയിൽ ജീവിച്ചിരുന്ന ഒരു ജനത്തിൽ നിന്നും യുദ്ധകാല സാഹചര്യങ്ങളിൽ രചിക്കപ്പെട്ട സങ്കീർത്തനങ്ങളാണ് അവ. ഭൂമിയിൽ നീതിയും സമാധാനവും ഉണ്ടാകണമെന്ന വാഞ്ചയാണ് അവ പ്രകടിപ്പിക്കുന്നത്. ശത്രുതയും അനീതിയും അമർച്ച ചെയ്യാതെ സമാധാനം സ്ഥാപിക്കുവാൻ കഴിയുകയില്ല. അതുതന്നെയാണ് ദൈവവും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. തൻ്റേതായ സമയത്ത് ദൈവം ഈ ഭൂമിയിൽ ന്യായവിധി നടത്തും. പുതിയ നിയമത്തിൽ ഒരു വിശ്വാസി തൻ്റെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ശത്രുക്കളെക്കുറിച്ച് വളരെ ക്രൂരമായി ഈ സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ താങ്കൾക്ക് അതിശയം ഉളവാക്കിയേക്കാം. എന്നാൽ ഈ ഭൂമിയിൽ നീതിയും ന്യായവും നടക്കുന്നതിനായിട്ടാണ് ഇപ്രകാരം ന്യായവിധിക്കും വേണ്ടി സങ്കീർത്തനങ്ങളിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എതിർ ക്രിസ്തുവിൻ്റെ അധികാരത്തിലുള്ള കാലത്തെക്കുറിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സങ്കീർത്തനങ്ങളുമുണ്ട്. ആ കാലത്ത് ജനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നും എന്ത് പ്രാർത്ഥിക്കണമെന്നും ഉള്ളതിൻ്റെ യുക്തിപരമായ അടിസ്ഥാനം ഒന്നുമില്ല. മറ്റ് വിവിധ തരത്തിലുള്ള സങ്കീർത്തനങ്ങളുടെ കൂട്ടത്തിൽ അനുതാപത്തിൻ്റെ സങ്കീർത്തനം, ചരിത്രം, പ്രകൃതി വർണ്ണന, തീർത്ഥയാത്ര, പ്രേക്ഷിത പ്രവർത്തനം,
ദൈവവചനത്തെ കീർത്തിക്കുക മുതലായവ ഉൾപ്പെടുന്നു. വളരെ നല്ല രീതിയിലാണ് സങ്കീർത്തന പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു സങ്കീർത്തനം ഒരു പ്രത്യേക പ്രമാണം ചൂണ്ടിക്കാണിക്കുകയും അതിനെ തുടർന്നുള്ള ഏതാനും സങ്കീർത്തനങ്ങൾ അതിൻ്റെ വിശദീകരണം നൽകുന്നതിനുമാകുന്നു ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 1 മുതൽ 8 വരെയുള്ള സങ്കീർത്തനങ്ങൾ അതിനുദാഹരണമാണ്. വളരെ നല്ല രീതിയിലാണ് ഈ സങ്കീർത്തന പുസ്തകത്തിൻ്റെ ക്രമീകരണം എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. സങ്കീർത്തന പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളുടെ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നീ ഭാഗങ്ങൾ ഇവിടെയും നമുക്ക് കാണുവാൻ സാധിക്കും. സങ്കീർത്തന പുസ്തകവും പഞ്ചഗ്രന്ഥങ്ങളും തമ്മിലുള്ള സാമ്യം നമുക്ക് ഒന്ന് വേഗം കാണുവാൻ ശ്രമിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ പൂർണ്ണ മനുഷ്യനെ ഭാഗ്യാവസ്ഥയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഉദാഹരണത്തിന് 1-ാം സങ്കീർത്തനം. തുടർന്ന് മനുഷ്യന്റെ വീഴ്ചയും വീണ്ടെടുപ്പുമാണ്. 2-ാം സങ്കീർത്തനം മനുഷ്യന്റെ ശത്രുതയാണ് ചിത്രീകരിക്കുന്നത്. 3-ാം സങ്കീർത്തനത്തിൽ പൂർണ്ണ മനുഷ്യൻ ത്യജിക്കപ്പെടുന്നത് നാം കാണും. 4-ാം സങ്കീർത്തനത്തിൽ സ്ത്രീയുടെ സന്തതിയും സർപ്പവും തമ്മിലുള്ള മത്സരം നാം കാണുന്നു. 5-ാം സങ്കീർത്തനത്തിൽ പൂർണ്ണ മനുഷ്യനെ അവൻ്റെ ശത്രുക്കളുടെ മധ്യത്തിൽ നാം കാണുന്നു. 6-ാം സങ്കീർത്തനത്തിൽ പൂർണ്ണ മനുഷ്യൻ ശിക്ഷണത്തിലും കുതികാൽ തകർന്ന അനുഭവത്തിലും കാണുന്നു. 7-ാം സങ്കീർത്തനത്തിൽ പൂർണ്ണ മനുഷ്യനെ കള്ളസാക്ഷികളുടെ മധ്യത്തിലാണ് നാം കാണുന്നത്. അവസാനം 8-ാം സങ്കീർത്തനത്തിൽ തല തകർത്തുകൊണ്ട് മനുഷ്യന്റെ രക്ഷ വരുന്നതായി നാം കാണുന്നു. 9 മുതൽ 15 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ ശത്രുവിൻ്റെയും എതിർ ക്രിസ്തുവിൻ്റെയും സംഘട്ടനവും അവസാന വിടുതലും നാം കാണുന്നു. 16 മുതൽ 41 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ തൻ്റെ ജനത്തെ ദൈവത്തിന് വിശുദ്ധീകരിച്ചുകൊണ്ട് അവരുടെ നടുവിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ നാം കാണുന്നു. സങ്കീർത്തന പുസ്തകം മുൻപോട്ട് പഠിക്കുമ്പോൾ ഇതെല്ലാം നാം പ്രത്യേകം കാണുന്നതാണ്. പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ നിന്നുള്ള 219 ഉദ്ധരണികളുള്ളതിൽ 116 സങ്കീർത്തനങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളാണ്. മനസ്സിലായല്ലോ? 219 ഉദ്ധരണികൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലുണ്ട്. അവയിൽ 116 സങ്കീർത്തനങ്ങളിൽ നിന്നുള്ളവയാണ്. ഒരു കാലത്ത് ഗീതങ്ങളായി ഉപയോഗിക്കപ്പെട്ടിരുന്ന 150 ആത്മീയ ഗാനങ്ങളാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ പാട്ടുപാടുവാൻ പ്രേരണ നൽകുന്ന പുസ്തകമാണിത്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പഠനമാണ് സങ്കീർത്തന പുസ്തകത്തിലെ പഠനം. എന്നാൽ ഓരോ വാക്യങ്ങളും എടുത്ത് ഓരോ സങ്കീർത്തനവും ദിവസങ്ങൾ പഠിപ്പിക്കുവാൻ നമുക്ക് സമയമില്ല. ചില ഭാഗത്ത് ഞാൻ വളരെ വേഗത്തിൽ പോകേണ്ടിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് പരിചിതമായ സങ്കീർത്തനങ്ങൾ എങ്കിൽ തന്നെ നിങ്ങളിവ വളരെ ഭംഗിയായി എല്ലാ ദിവസവും വായിക്കുക. പ്രത്യേകിച്ച് നാം പഠിക്കുന്ന ഏതാണ്ട് അടുത്ത 2 മാസത്തെ നിങ്ങളുടെ ധ്യാനത്തിനു വേണ്ടി സങ്കീർത്തനങ്ങൾ ഉപയോഗിക്കുക. ഒരു പുതിയ കാഴ്ചപ്പാടോടെ ഓരോ സങ്കീർത്തനവും കാണുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. സങ്കീർത്തന പുസ്തകത്തെക്കുറിച്ച് മൊത്തത്തിലൊരു ധാരണ ഉണ്ടാകുവാൻ നിങ്ങളെ സഹായിച്ചല്ലോ. ദൈവവചനം നമുക്ക് പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്നതാണ്. പാടി പഴകിയ സങ്കീർത്തനങ്ങളുടെ പഠനം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു വലിയ ആത്മീക വർധനയ്ക്കുതകുന്ന ഒരനുഭവമായി തീരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നാം വീണ്ടും കാണുന്നതുവരെ ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ.